പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബഖറയിലെ 185-ാം വചനത്തിൽ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും എന്ന ആയത്തിൻ്റെ ഭാഗം അറിയിക്കുന്ന ഏതാനും മസ്അലകളാണ് മനസ്സിലാക്കി വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വച്ചത് പ്രസ്തുത മസ്അലകളിൽ ഗോളശാസ്ത്ര ഗണിതത്തെ ആസ്പദമാക്കി മാസം ഉറപ്പിക്കുന്ന വിഷയത്തിൽ അതിൻ്റെ പ്രാമാണികത എന്ത്, അല്ലെങ്കിൽ അത് പ്രമാണബദ്ധമാണോ അല്ലേ എന്നുള്ള ഭാഗമാണ്. ഇനി നമുക്ക് ഇതിൽ മറ്റു ചില മസ്അലകളാണ് മനസ്സിലാക്കുവാനുള്ളത്. അത് ഒന്നാമത്തേത്, ഇവിടെ മൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, നിങ്ങളിൽ നിന്ന് ഈ മാസത്തിന് സന്നിഹിതനാകുന്നവൻ, അല്ലെങ്കിൽ ഈ മാസത്തെ അതിൻ്റെ ഉദയത്തെ ദർശിക്കുന്നവൻ, അവൻ അതിൻ്റെ പകലിൽ നോമ്പ് എടുക്കട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടു, റമദാൻ നോമ്പ് നിർബന്ധമാകുന്ന ഉദയം തനിച്ചൊരാൾ ദർശിച്ചാൽ അയാളുടെ മേൽ നോമ്പ് നിർബന്ധമാണോ? ഈ ആയത്ത് വ്യക്തമായി അറിയിക്കുന്നു, മൻ ഷഹിദ മിൻകും, നിങ്ങളിൽ നിന്ന് വല്ലവരും ദർശിക്കുകയായാൽ. അപ്പോൾ ഒരു വ്യക്തി ദർശിച്ചാൽ തൻ്റെ കൂടെ മറ്റൊരാൾ ദർശനത്തിനുണ്ടായില്ല എങ്കിൽ അവൻ്റെ മേൽ നോമ്പെടുക്കൽ നിർബന്ധമാണ്. ഫല്യസും, ആയത്ത് ഇത് വ്യക്തമായി അറിയിക്കുന്നു. ഇസാഖ് ഇബ്നു റാഹവൈഹിയും അതാ ഇബ്നു അബി റബാഹും ലാ യസൂമു ഇല്ലാ ബിറുയത്തി ഗൈരിഹി മഅഹു, തൻ്റെ കൂടെ മറ്റൊരാൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉദയത്തിന്, ബാലചന്ദ്രൻ്റെ ഉദയത്തിന് സാക്ഷിയായിട്ടില്ല എങ്കിൽ നോമ്പെടുക്കാൻ പാടില്ല എന്ന അഭിപ്രായക്കാരാണ്. പക്ഷേ ഈ വിശുദ്ധ വചനം അതായിൻ്റെയും ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹിയുടെയും ഈ വീക്ഷണത്തിന് എതിരാണ്. വിശുദ്ധ ഖുർആൻ്റെ വ്യക്തമായ ടെക്സ്റ്റ് നസ് അത് അറിയിക്കുന്നു, നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ശവ്വാലിൻ്റെ ഉദയത്തിന് ഒരു വ്യക്തി തനിച്ച് സാക്ഷിയായാൽ നോമ്പ് അവസാനിപ്പിക്കാൻ അയാൾക്ക് അവസരമുണ്ടോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി യുഫ്തിറു വൽയുഖ്ഫി ഫിത്രഹു, അയാൾക്ക് നോമ്പ് അവസാനിപ്പിക്കാം, പക്ഷേ നോമ്പ് അവസാനിപ്പിച്ചത് അയാൾ മറ്റുള്ളവരിൽ നിന്ന് മറച്ചു പിടിക്കണം. ഇമാം മാലിക്, ഒരു വ്യക്തി തനിച്ചാണ് റമദാൻ അവസാനിച്ച് ശവ്വാലിൻ്റെ ഉദയത്തിന് സാക്ഷിയായതെങ്കിൽ അയാൾ നോമ്പ് അവസാനിപ്പിക്കാൻ പാടുള്ളതല്ല, നോമ്പെടുക്കണം. സദ്ദല്ലി ദരിയ, അതേപോലെ അൽ മസ്ലഹത്തുൽ മുർസല, ഇതൊക്കെ മാലിക്കി മദ്ഹബിലെ ചില അടിസ്ഥാനങ്ങളാണ്. അയാളെക്കുറിച്ച് ആളുകൾ അപവാദം പറയാതിരിക്കാനും ഒക്കെ ആയി, അയാൾ തനിച്ചാണ് കണ്ടത് എങ്കിൽ, മറ്റുള്ളവർ കൂടെ കണ്ടില്ല എങ്കിൽ, മറ്റൊരു സാക്ഷി തനിക്ക് അനുകൂലമായി ഇല്ല എങ്കിൽ, കേവലം തൻ്റെ കാഴ്ചയിൽ നോമ്പ് അവസാനിപ്പിക്കാൻ പാടില്ല എന്ന അഭിപ്രായമാണ് ലൈസ് ബിൻ സഅദിനെ പോലുള്ള, ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ള, ഇമാം മാലിക്കിനെ പോലുള്ളതായ പണ്ഡിതന്മാർ ഉണർത്തിയത്. ഫുഖഹാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ് ഒരു വ്യക്തിയുടെ തനിച്ചുള്ള കാഴ്ച. അത് നോമ്പ് എടുക്കുന്ന വിഷയത്തിലും അതേപോലെ നോമ്പ് അവസാനിപ്പിക്കുന്ന വിഷയത്തിലും. അതൊരു വ്യക്തി തൻ്റെ അളവിൽ നോമ്പെടുക്കുന്നതിനെ കുറിച്ചുള്ള ഫുഖഹാക്കൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. ആ വിഷയത്തിൽ ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടു, മൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ ഫല്യസും, അയാൾ നോമ്പെടുക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കിയത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം. എന്നാൽ ഒരു വ്യക്തി തനിച്ച് മാസം കണ്ടാൽ ആ കാഴ്ച പ്രകാരം മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാകുമോ? മാസം കണ്ടതായി കേവലം ഒരു വ്യക്തിയുടെ സാക്ഷ്യം അത് മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാക്കുമോ?
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിലേക്ക് ഒരു ആറാബി വന്നു. എന്നിട്ട് അയാൾ പറഞ്ഞു, അബ്സർത്തുൽ ഹിലാല അല്ലൈല, ഈ കഴിഞ്ഞ രാവിൽ ഞാൻ ബാലചന്ദ്രനെ കണ്ടു, ഉദയം കണ്ടു. ഇത് അയാൾ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിച്ചു, അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ദുഹു വ റസൂലു എന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ അതെ എന്ന് പ്രതികരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ ബിലാൽ അദ്ദിൻ ഫിന്നാസ് ഫല്യസുമു ഗദൻ, ബിലാൽ ജനങ്ങളുടെ ഇടയിൽ പ്രഖ്യാപനം നടത്തൂ, അവർ നാളെ നോമ്പെടുക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു വ്യക്തി താൻ മാസം കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ അത് അയാളുടെ അളവിൽ മാത്രമല്ല മറ്റുള്ളവർക്കും നോമ്പ് ബാധകമാക്കുന്ന വിഷയമാണ് എന്നതാണ് ഇത് അറിയിക്കുന്നത്. ഇമാം അശ്ശാഫിഈ അദ്ദേഹത്തിൽ നിന്ന് ശിഷ്യൻ മുസനിയുടെ നിവേദനത്തിൽ ഈ അഭിപ്രായമാണ്, യജിബു സിയാമു ബി റുയതിഹി, ഒരു വ്യക്തി മാസപ്പിറവി കണ്ടാൽ അത് പ്രകാരം മറ്റുള്ളവർ നോമ്പെടുക്കൽ നിർബന്ധമാണ്. എന്നാൽ ഫുഖഹാക്കളിൽ മറ്റു ചിലർ, ഇമാം മാലിക് അതുപോലെ ഇമാം ഷാഫി തന്നെ അദ്ദേഹത്തിൽ നിന്ന് അൽ ബുവൈത്തിയുടെ നിവേദനത്തിൽ 2 സാക്ഷികൾ വേണം മറ്റുള്ളവർക്ക് നോമ്പ് നിർബന്ധമാകാൻ എന്ന അഭിപ്രായക്കാരാണ്. ലാ യജിബു ഇല്ലാ ബിഷാഹിദൈൻ, 2 സാക്ഷികൾ ഉണ്ടെങ്കിലല്ലാതെ ഒരു വ്യക്തിയുടെ മാസദർശനത്തിൽ മറ്റുള്ളവരുടെ മേൽ നോമ്പ് നിർബന്ധമാവുകയില്ല എന്ന അഭിപ്രായമാണ്. സൂമൂലി റുയതിഹി വ അഫ്തിറൂലി റുയതിഹി ഫൈൻ ഗുമ്മ അലൈക്കും ഫാത്തിമു 30 ഫൈൻ ഷഹിദ ഷാഹിദാനി ഫസൂമു വ അഫ്തിറു, മാസപ്പിറവി ദർശിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കണം, മാസപ്പിറവി ദർശിച്ചാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കണം, മേഘാവൃതമാണ് എങ്കിൽ നിങ്ങൾ 30 തികക്കണം, 2 സാക്ഷികൾ സാക്ഷ്യം വഹിച്ചാൽ നിങ്ങൾ നോമ്പെടുക്കൂ, നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കൂ എന്ന തിരുമൊഴി പ്രകാരമാണ് ഈ അഭിപ്രായം ചില ഫുഖഹാക്കൾ ഉണർത്തിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നമ്മൾ ആദ്യം കേട്ട ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ആ അറാബി വന്ന ചരിത്രം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ടുള്ള ടെക്സ്റ്റാണ്, നസ്സാണ്. അതുകൊണ്ട് തന്നെ അത് പ്രകാരം അമലെടുക്കലാണ് ഏറ്റവും സൂക്ഷ്മതയും കരണീയവും അർഹവുമായത് എന്ന് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു വന്നത്, ഒരു വ്യക്തി മാസം കണ്ടു എന്ന് സാക്ഷ്യം പറഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൂടി നോമ്പിനെ ബാധകമാക്കുന്ന വിഷയമാണ് എന്ന് മനസ്സിലാക്കാനാണ്. അതും ഈ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഫുഖഹാക്കൾ ഉണർത്തിയ മറ്റൊരു മസ്അലയാണ്. ഇതിൽ ഇനിയൊരു മസ്അലയുള്ളത്, മാസത്തിന് സാക്ഷിയായവർ, മാസോദയത്തിന് സാക്ഷിയായി അത് ദർശിച്ചവർ ഫല്യസുംഹു എന്നാണ്. മാസം മുഴുവൻ അതിൻ്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ് കൽപ്പന. അപ്പോൾ മാസം ദർശിക്കുമ്പോൾ ഒരാൾ മുഖീമാണ്, തദ്ദേശവാസിയാണ്, നാട്ടിൽ താമസിക്കുന്നവനാണ്, യാത്രക്കാരനല്ല. പക്ഷെ പിന്നീട് അയാൾ മാസം ദർശിച്ചതിന് ശേഷം, നോമ്പ് തുടങ്ങിയതിന് ശേഷം യാത്ര പോവുകയാണ് എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ അവസരമുണ്ടോ, ഇളവുണ്ടോ? ഇതിൽ മറ്റൊരു മസലയാണ്. അലിയിൽ നിന്നും ആയിഷ, ഇബ്നു അബ്ബാസ്, സുവൈദ് ബിൻ ഗഫല റളിയല്ലാഹു അനിൽ ജമീഅ ഒക്കെ നിവേദനം ചെയ്യപ്പെട്ടത്, ലാ യജൂസു ലഹുൽ ഫിത്ർ ഫി ബഖിയത്തിൽ അയ്യാം എന്നാണ്. മാസം കാണുമ്പോൾ തദ്ദേശവാസിയായ ഒരാൾ, അയാളുടെ ഹുക്കം എന്താ? ഫല്യസുംഹു, മാസം മുഴുവൻ നോമ്പെടുക്കട്ടെ എന്നാണ്. എന്നാൽ അയാൾ മാസം കണ്ട് നോമ്പ് തുടങ്ങി പിന്നെ യാത്ര ചെയ്തു എങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാൻ പാടുള്ളതല്ല യാത്ര പുറപ്പെട്ടാലും. കാരണം ആയത്ത് അറിയിക്കുന്നത് മാസം ദർശിച്ചാൽ മാസം മുഴുവൻ പകലിൽ നോമ്പെടുക്കട്ടെ എന്നാണ്. അതുകൊണ്ട് പിന്നീട് യാത്ര പുറപ്പെട്ടാലും അവർ നോമ്പെടുക്കണം. ഇതാണ് ഈ സഹാബികളിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടുള്ളത്. അബീദ സൽമാനി എന്ന പണ്ഡിതൻ ഈ വീക്ഷണക്കാരനാണ്. എന്നാൽ സഹാബികളിൽ
മഹാഭൂരിപക്ഷം യജൂസ് ലഹു അൻ യുഫ്തിർ, മാസത്തിൻ്റെ തുടക്കത്തിൽ മാസദർശനത്തിന് സാക്ഷിയായി സന്നിഹിതനായി നോമ്പ് തുടങ്ങിയ ഒരാൾ പിന്നെ മാസത്തിനിടയിൽ യാത്ര പോയാൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്, അതിൽ ഇളവുള്ളവനാണ് എന്ന അഭിപ്രായക്കാരാണ്. അതിനുള്ള തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹായ വർഷം റമദാൻ മാസത്തിലാണ് മക്കയിലേക്ക് പുറപ്പെട്ടത്. മദീനയിൽ നിന്ന് നോമ്പ് തുടങ്ങി പിന്നെയാണ് യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് എടുത്തുകൊണ്ടാണ് യാത്ര പുറപ്പെട്ടത്. അൽ ഖദീദ് എന്ന് പറയുന്ന സ്ഥലത്ത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരുന്നു. മക്കയോടടുത്ത് അൽ ഖദീദ്, അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പ് അവസാനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ആളുകളും നോമ്പ് അവസാനിപ്പിച്ചു എന്നത് ഹദീസുകളിൽ കാണാം. അപ്പോൾ ഈ ഹദീസ് അറിയിക്കുന്നത് ഷഹറിൽ സന്നിഹിതരായവർ ആ ഷഹറിൽ സന്നിഹിതമായതിൽ നോമ്പെടുക്കട്ടെ എന്നുള്ളതാണ്. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ കുല്ലഹു ഫലിയസുംഹു കുല്ലഹു, മാസം മുഴുവൻ ഹാജറുള്ളവനായി, ബുദ്ധിയുള്ളവനായി, പ്രായപൂർത്തിയെത്തിയവനായി, തദ്ദേശവാസിയായി, ആരോഗ്യമുള്ളവനായി, വിധിവിലക്കുകൾ ബാധകമായവനായി, മാസം മുഴുവൻ സന്നിഹിതനായവൻ മാസം മുഴുവൻ നോമ്പെടുക്കട്ടെ. ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ കുല്ലഹു ഫലിയസുംഹു കുല്ലഹു. എന്നാൽ ഒരാൾ ഈ മാസത്തിൽ അങ്ങനെ സന്നിഹിതനല്ല എങ്കിൽ അതിൽ നിന്ന് സന്നിഹിതമായത് എത്രയാണോ അത്ര നോമ്പെടുക്കട്ടെ. ഇതാണ് ആയത്തിൻ്റെ തേട്ടം. അപ്പം അതിൽ നിന്ന് മനസ്സിലാക്കാം, ആയത്ത് ഒരിക്കലും മാസോദയത്തിന് സാക്ഷിയായി പിന്നീട് യാത്ര പോയവൻ അവൻ മാസം മുഴുവൻ നോമ്പെടുക്കണം എന്നുള്ളത് അറിയിക്കുന്നില്ല എന്ന വിഷയം. ഇത് ഈ ആയത്തിൻ്റെ വിഷയത്തിൽ മറ്റൊരു മസലയാണ്. ഈ ആയത്തിൻ്റെ വിഷയത്തിൽ സുപ്രധാനമായ മറ്റൊരു മസല, മാസം ദർശിച്ചാലാണ് നോമ്പെടുക്കാൻ പറഞ്ഞത്. അപ്പോൾ മാസം ദർശിക്കുന്നതിന് മുമ്പ് റമദാൻ നോമ്പ് തുടങ്ങുക എന്നത് പാടുള്ളതല്ല. യൗമുശക്ക് എന്ന് പറയും, സംശയാസ്പദ ദിനം. ഷാബാൻ 30 അല്ലെങ്കിൽ ഷാബാൻ 29, ഇതൊക്കെയാണ് യൗമുശക്ക്. ചിലർ ഒരു വേള മാസം കണ്ടാലോ, മാസം കണ്ടിട്ടുണ്ടായിരിക്കും എന്നൊക്കെ നനച്ച് കാലേ കൂട്ടി നോമ്പ് തുടങ്ങുക എന്നുള്ള വിഷയം അത് പാടുള്ളതല്ല എന്നത് ഈ ആയത്ത് അറിയിക്കുന്നു. നമ്മളോട് നോമ്പ് നോൽക്കാൻ പറഞ്ഞത് മൻ ഷഹിദ മിൻകുമുശ് ശഹ്ർ, മാസത്തിൽ ഹാജരായവൻ, മാസത്തെ ദർശിച്ചവൻ, മാസം ഉദിച്ചു എന്നത് അറിഞ്ഞവൻ ഫല്യസും എന്നാണ് നോമ്പെടുക്കട്ടെ എന്നാണ്. അതില്ലാതെ കാലേ കൂട്ടി നോമ്പെടുക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട വിഷയമാണ്. ഒന്നുകിൽ 29-ന് ഷാബാൻ 29-ന് പിറവി കാണുക, അല്ലെങ്കിൽ ഷാബാൻ 30 തികക്കുക, എന്നിട്ട് നോമ്പെടുക്കുക. അതിനാണ് കൽപ്പന. റമദാൻ്റെ 1-2 ദിവസം മുമ്പ് തന്നെ നോമ്പ് തുടങ്ങുക എന്നത് വിലക്കപ്പെട്ട വിഷയമാണ്, നിഷിദ്ധമാക്കപ്പെട്ട വിഷയമാണ്. ഹറമ അലൈന സൗമ യൗമിശക്ക്, ഞങ്ങളുടെ മേൽ യൗമുശക്കിൽ നോമ്പെടുക്കുന്നത് ഹറാമാക്കിയിരിക്കുന്നു. മൻ സാമ അൽ യൗമല്ലദി യുശക്കു ഫീഹി, സംശയിക്കപ്പെടുന്ന ദിവസം വല്ലവരും നോമ്പെടുത്താൽ ഫഖദ് അസ അബുൽ ഖാസിം, അത്തരക്കാർ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഹദീസിൻ്റെ പ്രയോഗമുള്ളത്. അതിവിടെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഈ ആയത്ത് അക്കാര്യം സുവ്യക്തമായി പഠിപ്പിക്കുന്നു. സിലത്ത് ഇബ്നു സുഫർ അൽ അബസി, അബുൽ അല അൽ കൂഫി അദ്ദേഹത്തിൻ്റെ വിളിപ്പേര്. ഈ സില ഇബ്നു സുഫർ ഒരു സംഭവം പറയാണ്. ഞങ്ങൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിൻ്റെ അടുക്കലായിരുന്നു. അപ്പോൾ ഫഉതിയ ബിശാത്തിൻ മസ്ലിയത്തിൻ എന്നാണ്, ചുട്ട ഒരു ആടിനെ കൊണ്ടുവരപ്പെട്ടു. അപ്പോൾ അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുലു, എല്ലാവരോടും ഭക്ഷിക്കാൻ പറഞ്ഞു. ഫതനഹ ബഅദുൽ ഖൗം, അപ്പോൾ ആളുകളിൽ ചിലർ മാറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്നി സായിം, ഞാൻ നോമ്പുകാരനാണ്, ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് അമ്മാർ ഇബ്നു യാസിർ പറഞ്ഞത്,
മൻ സാമൽ യൗമൽ ലദി യശുക്കു ഫീഹി നാസ് ഫഖദ ആസ അബൽ ഖാസിം. നോമ്പാണോ എന്ന് ജനങ്ങൾ സംശയിക്കുന്ന ദിവസം വല്ലവരും നോമ്പെടുത്താൽ അവർ അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിളിപ്പേരാണ് അബുൽ ഖാസിം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എതിര് പ്രവർത്തിച്ചിരിക്കുന്നു, ധിക്കാരം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് അമ്മാർ റളിയല്ലാഹു തആല അത്തരുണത്തിൽ ഉണർത്തുകയുണ്ടായി എന്നാണ്. അപ്പോൾ യൗമു ശക്കിൽ നോമ്പ് പാടില്ല എന്നത് നമ്മുടെ ഈ വചനം അറിയിക്കുന്നു. സിമാഖ് ഇബ്നു ഹർബ്, താബീങ്ങളിൽ ഒരാൾ, അദ്ദേഹം പറയുന്നത്, ഒരിക്കൽ ഞാൻ ഇക്രിമ എന്നവരുടെ അടുക്കൽ പ്രവേശിച്ചു. ഇക്രിമ എന്ന് പറഞ്ഞാൽ മൗല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൗലയായ വിശ്രുതനായ താബീഈ പണ്ഡിതൻ. അവിടേക്കാണ് സിമാക്ക് പ്രവേശിക്കുന്നത്. അദ്ദേഹം പ്രവേശിച്ച ദിവസം ഖദ് ഉഷ്കില മിൻ റമദാൻ ഹു അം മിൻ ഷാബാൻ എന്നാണ്. ആ ദിവസം റമദാനിൽപ്പെട്ടതാണോ അതല്ല ഷാബാനിൽപ്പെട്ടതാണോ ഇഷ്കാലുണ്ടായ ദിവസമാണ്. വഹുവ, ഈ ഇക്രിമ റഹിമഹുല്ല, യഅകുലു ഖുബ്സൻ വ ബഖ്ലൻ വ ലബനൻ, അദ്ദേഹം റൊട്ടിയും ചീരയും അതേപോലെ തന്നെ ലബൻ ഇതൊക്കെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സിമാക്ക് ബിൻ ഹർബ് പ്രവേശിച്ചപ്പോൾ ഇക്രിമ പറഞ്ഞു, ഹലും, ഭക്ഷിക്കാൻ വരൂ എന്ന് പറഞ്ഞു. അപ്പോൾ സിമാക്ക് പറഞ്ഞു, ഇന്നീ സായിം, ഞാൻ നോമ്പുകാരനാണ്. അപ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു ഹലഫ ബില്ലാഹി ലതുഫ്തിറൻ, സിമാക്ക് പറയാണ്, അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞു നോമ്പ് മുറിക്കുക തന്നെ വേണം. അപ്പോൾ സിമാക്ക് പറയാണ്, ഖുൽതു സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, 2 തവണ അദ്ദേഹം സുബ്ഹാനല്ലാഹ് പറഞ്ഞു. അങ്ങനെ ഫലമ്മ റഅയ്തുഹു യഹ്ലിഫു ലാ യസ്തസ്നി തഖദ്ദംത്, അള്ളാഹുവിൽ ആണയിട്ട് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ മുന്നോട്ട് വന്നു. എന്നിട്ട് ഹാത്തിൽ ആൻ മാ ഇൻദക്, ഭക്ഷിക്കാനുള്ളത് തരൂ എന്ന് സിമാക്ക് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഇക്രിമ റഹിമഹുല്ല പറയാണ്, സമീഅതു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ യഖൂൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ? അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ലാ തസൂമു ഖബ്ല റമദാന, നിങ്ങൾ റമദാനിന് മുമ്പ് നോമ്പെടുക്കരുത്. സുമൂ ലി റുയതിഹി വ അഫ്തിറൂ ലി റുയതിഹി, റമദാൻ്റെ മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക. ഫഇൻ ഹാല ബൈനകും വബൈനഹു സഹാബത്തുൻ ഔ ദുൽമത്തുൻ, മാസപ്പിറവിയുടെയും നിങ്ങളുടെയും ഇടയിൽ കാർമേഘമോ അല്ലെങ്കിൽ ഇരുട്ടോ മറയിട്ടാൽ ഫഅക്മിലു ഇദ്ദത ഷഅബാൻ, ഷഅബാൻ മാസം അത് 30 നിങ്ങൾ എണ്ണി പൂർത്തിയാക്കുക. വലാ തസ്തഖ്ബിലു അശ്ശഹറ ഇസ്തിഖ്ബാലൻ വലാ തസിലു റമദാന ബിയൗമിൻ മിൻ ഷഅബാൻ, നിങ്ങൾ അങ്ങോട്ട് ചെന്ന് മാസത്തെ സ്വീകരിക്കുകയും റമദാനിനെ ഷാബാനിൽ നിന്നുള്ള ഒരു ദിവസവുമായി നിങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യരുത് എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ടത് ഇബ്നു അബ്ബാസ് പറഞ്ഞത് അവിടെ ഉദ്ധരിച്ചു എന്നാണ് സിമാക്ക് ബിൻ ഹർബ് ഇക്രിമ പറഞ്ഞതായി ഉദ്ധരിക്കുന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഇവിടെ ഉദ്ധരിച്ചത് എന്തിനാ? ഈ വിഷയമൊക്കെ ഇവിടെ ഉദ്ധരിച്ചത് മൻ ഷഹിദ മിൻകും അശ്ശഹർ, മാസം അതിൻ്റെ ഉദയത്തിന് സാക്ഷിയായവർ, മാസത്തിൽ സന്നിഹിതരായവർ, മാസപ്പിറവി അറിഞ്ഞവർ കണ്ടവർ അവർ നോമ്പെടുക്കട്ടെ എന്നാണ്. അതിനു മുമ്പ് നോമ്പ് തുടങ്ങാൻ പാടുള്ളതല്ല. അതിനു മുമ്പ് നോമ്പ് തുടങ്ങൽ അത് നോമ്പ് ഹറാമാക്കപ്പെട്ട ദിവസം യൗമുശക്ക് അതിൽ നോമ്പെടുക്കലാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തിൻ്റെ വിധികളിൽ പണ്ഡിതന്മാർ ഉണർത്തുന്ന മറ്റൊരു മസ്അലയാണ് യൗമുശക്കിൽ നോമ്പെടുക്കാൻ പാടുള്ളതല്ല എന്നത് ഈ ആയത്ത് അറിയിക്കുന്ന വിഷയം. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇതുപോലെ സുപ്രധാനമായ മറ്റൊരു മസ്അലയാണ് ഈ ഇഖ്തിലാഫുൽ മതാലി, അത് പരിഗണനീയമാണോ അല്ലേ എന്നുള്ള മസ്അല. എന്ന് പറഞ്ഞാൽ ഉദയസമയങ്ങൾ അതിനനുസരിച്ച് നോമ്പ് ഉറപ്പിക്കുക, നോമ്പ് അവസാനിപ്പിക്കുക, ഇതാണോ പരിഗണനീയം? അതല്ല ഒരിടത്ത് മാസപ്പിറവി ഉണ്ടായാൽ അത് എല്ലാവർക്കും മാസം ഉറപ്പിക്കുവാൻ പരിഗണനീയമായ ദർശനമാണ്, അത് പരിഗണനീയമായ ദർശനമല്ലേ? വലിയ അഭിപ്രായ വ്യത്യാസമുള്ള
ഒരു മസലയാണ്. പ്രത്യേകിച്ച് ഈ ആധുനികതയിൽ വലിയ ഒരളവ് പണ്ഡിതന്മാർ ഈ ഇഖ്തിലാഫുൽ മത്താലി പരിഗണനീയമല്ല എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സൂമൂലി റുയത്തിഹി വ അഫ്തിറൂലി റുയത്തിഹി, മാസപ്പിറവി ദർശിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കുക, അതനുസരിച്ച് നിങ്ങൾ നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തെവിടെ ദർശനം നടന്നാലും അത് എല്ലാവർക്കും നോമ്പ് എടുക്കൽ ബാധ്യതയാക്കുന്ന ദർശനമാണ്. നോമ്പ് അവസാനിപ്പിക്കുന്നതും അപ്രകാരം തന്നെ എന്നുള്ളതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഓരോ നാട്ടുകാർക്കും അവർ മാസം ദർശിച്ചതനുസരിച്ചാണ് അവർ നോമ്പ് തീരുമാനിക്കേണ്ടതും അവർ നോമ്പ് അവസാനിപ്പിക്കേണ്ടതും. മറ്റുള്ളവരുടെ ദർശനം അത് ഇവർക്ക് ബാധകമാകുന്നില്ല. ഓരോ നാട്ടുകാർക്കും അവരുടെ റുയത്ത്, ബാലചന്ദ്രൻ്റെ ദർശനം, അതാണ് പരിഗണനീയം. ചില ഫുഖഹാക്കൾ, ഒരു നാട്ടുകാർ, അവരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത മതലയാളികളാണെങ്കിലും ഒരു നാട് അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ, അവർക്ക് ഒരു മത്തലയിൽ ഉദയ സമയത്ത് ദർശനം ഉണ്ടായാൽ അത് മതി നോമ്പ് ഉറപ്പിക്കാനും നോമ്പ് അവസാനിപ്പിക്കാനും. ഇങ്ങനെ 3 അഭിപ്രായങ്ങൾ ഫുഖഹാക്കൾക്കിടയിലുണ്ട്. ഈ മസല ഏറെ ചർച്ച ഉള്ള ഒരു മസലയാണ്. ഷെയ്ഖുൽ ഇസ്ലാം അദ്ദേഹത്തിൻ്റെ ഫതാവയിൽ, അഷൗക്കാനി അദ്ദേഹത്തിൻ്റെ നൈലുൽ ഔതാറിൽ, സിദ്ദീഖ് ഹസൻ ഖാൻ അദ്ദേഹത്തിൻ്റെ അർ-റൗദാൻ നദിയ പോലത്തെ ഗ്രന്ഥങ്ങളിൽ ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. മത്താലിയൻ്റെ വ്യത്യസ്തതയ്ക്ക് ഒരു പരിഗണനയുമില്ല. എവിടെ ഉദയം കണ്ടോ അതെല്ലാവർക്കും മാസം ഉറപ്പിക്കാനും മാസം അവസാനിപ്പിക്കാനും മാനദണ്ഡമാണ് എന്ന വീക്ഷണമാണ് ഈ മഹത്തുക്കൾ ബലപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിമും മറ്റും നിവേദനം ചെയ്ത ഒരു ഹദീസ് ഈ വിഷയത്തിൽ ഒരു അടിസ്ഥാനത്തെ അറിയിക്കുന്നതും ബോധ്യപ്പെടുത്തുന്നതുമാണ്. പ്രസ്തുത ഹദീസ് ഖുറൈബ് എന്നവരിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നത് ഇപ്രകാരം: ഉമ്മുൽ ഫദ്ൽ ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ ഖുറൈബിനെ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് അയക്കുകയുണ്ടായി. അന്ന് മുആവിയ റളിയല്ലാഹു തആല അൻഹു ഷാമിലാണ്. ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് ഉമ്മുൽ ഫദ്ൽ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ ഉമ്മുൽ ഫദ്ൽ, ഖുറൈബിനെ മുആവിയയുടെ അടുക്കലേക്ക് അയക്കുന്നത്. അപ്പോൾ ഖുറൈബ് പറയുകയാണ്, ഫഖദിംതു ശ്യാം ഫഖദൈതു ഹാജതഹ, ഷാമിലേക്ക് ഞാൻ ചെന്നു, ഉമ്മുൽ ഫദ്ലിൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിർവഹിച്ചു. വസ്തുഹില്ല അലയ്യ റമദാനു വാന ബിശ്ശാം, ഞാൻ ഷാമിലായിരിക്കെ എനിക്ക് നോമ്പ് ആരംഭിച്ചു. ഫറഅയ്തുൽ ഹിലാല ലൈലത്തൽ ജുമുഅ, ഞാൻ വെള്ളിയാഴ്ച രാവിൽ ഉദയചന്ദ്രനെ ബാലചന്ദ്രനെ കണ്ടു. വ്യാഴാഴ്ച വൈകുന്നേരം വെള്ളിയാഴ്ച രാവിൽ മാസം കണ്ടു, നോമ്പ് തുടങ്ങി. സുമ്മ ഖദിംതുൽ മദീനത ഫി ആഖിരി ഷഹർ, മാസാവസാനം ഞാൻ മദീനയിലേക്ക് വന്നു. അപ്പോൾ റമദാൻ മാസം അദ്ദേഹത്തിന് തുടങ്ങിയത്, അതേ മാസം കണ്ടതും ഷാമിലാണ്. മാസാവസാനം അദ്ദേഹം മദീനയിലേക്ക് വന്നു. ഫസഅലനി അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ, അപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു എന്നോട് ചോദിച്ചു. ആ ചോദ്യത്തിൽ സുമ്മ ദക്കറൽ ഹിലാൽ, മാസോദയം, അതിനെക്കുറിച്ച് അദ്ദേഹം അനുസ്മരിച്ചു. മത റഅയ്തുമുൽ ഹിലാൽ, നിങ്ങൾ എപ്പോഴാണ് മാസം കണ്ടത് എന്ന് ഇബ്നു അബ്ബാസ് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, റഅയ്നാഹു ലൈലത്തൽ ജുമുഅ, വെള്ളിയാഴ്ച രാവിലാണ് ഞങ്ങൾ മാസം കണ്ടത് ഷാമിൽ. അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ്, അൻത റഅയ്തഹു, താങ്കൾ മാസം കണ്ടോ എന്ന് ചോദിച്ചു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, നഅം. വറആഹു നാസ് വസാമു, ജനങ്ങളും കണ്ടിട്ടുണ്ട്, അവരും നോമ്പെടുത്തു. വസാമ മുആവിയത്തു, മുആവിയ റളിയല്ലാഹു അൻഹു നോമ്പെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വ്യാഴാഴ്ച വൈകുന്നേരമാണ് അവർ മാസം കണ്ടത്, വെള്ളിയാഴ്ച രാവിൽ, വെള്ളിയാഴ്ച റമദാൻ 1. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ്, ലാകിന്ന റഅയ്നാഹു ലൈലത്ത സബ്ത്, പക്ഷേ ഞങ്ങൾ മാസോദയം കണ്ടത് മദീനയിൽ അത് ശനിയാഴ്ച രാവിലാണ്. അപ്പോൾ മദീനക്കാർക്ക് നോമ്പ് തുടങ്ങിയത് 1 ശനിയാഴ്ച. എന്നിട്ട് ഇബ്നു അബ്ബാസ് പറയാണ്, ഫലാ നസാലു നസൂമു ഹത്താ നുക്മില 30 ഔ നറാഹു,
അതിനാൽ തന്നെ ഞങ്ങൾ റമദാൻ 30 പൂർത്തീകരിക്കുന്നത് വരെ നോമ്പെടുക്കും, അല്ലെങ്കിൽ മാസോദയം കാണുന്നത് വരെ, റമദാൻ 29 മാസോദയം കാണുന്നത് വരെ ഞങ്ങൾ നോമ്പ് തുടർത്തും എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞു. അപ്പോൾ ഖുറൈബ് ഇബ്നു അബ്ബാസിനോട് അവല തക്തഫി ബിറുയതി മുആവിയത വസിയാമി, മുആവിയ റളിയല്ലാഹു അൻഹു മാസം കണ്ടത്, അദ്ദേഹം നോമ്പെടുത്തത്, അതിൽ താങ്കൾ പരിമിതപ്പെടുന്നില്ലേ, അത് പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് ഇല്ല, ഹാകദ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, ഇപ്രകാരം ചെയ്യാനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് കൽപ്പിച്ചത് എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഹദീസ് ഇതിൻ്റെ പ്രത്യക്ഷ വായനയിൽ ഷാമുകാർ അവർ കണ്ടതിനനുസരിച്ച് അവർ അവിടെ നോമ്പുറപ്പിച്ചു, മദീനക്കാർ അവർ കണ്ടതിനനുസരിച്ച് ഇവിടെ നോമ്പുറപ്പിച്ചു. അവരുടെ കാഴ്ചപ്രകാരം അവർ മാസം പൂർത്തീകരിക്കുക, ഇവിടുത്തെ കാഴ്ചപ്രകാരം ഇവിടെ മാസം പൂർത്തീകരിക്കുക. ഇതാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അതിൽ പറഞ്ഞത്. ഈ ഒരു ഹദീസ് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ അറിയിക്കുന്നു ഇഖ്തിലാഫുൽ മതാലി, ഉദയസമയങ്ങൾ ഓരോ നാട്ടുകാർക്കും വ്യത്യസ്തമാണ് എന്നുള്ളത്, വ്യത്യസ്ത ഉദയസമയങ്ങൾ പരിഗണനീയമാണ് എന്നുള്ളത്. ഒരു വിഭാഗം പണ്ഡിതന്മാർ ഇഖ്തിലാഫുൽ മതാലിയെ പരിഗണിക്കണം എന്ന് പറയുമ്പോൾ അവർ അവലംബമാക്കുന്ന മുഖ്യ തെളിവ് ഖുറൈബിൽ നിന്നുള്ള ഇമാം മുസ്ലിമിൻ്റെ ഈ നിവേദനമാണ്. ഇമാം അൽ ഹസനുൽ ബസരി ഒരു വ്യക്തിയുടെ വിഷയത്തിൽ പറഞ്ഞ ഒരു ഫത്വ ഇമാം അബൂദാവൂദ് നിവേദനം ചെയ്യുന്നുണ്ട്. ആ വ്യക്തി തിങ്കളാഴ്ച ദിവസം നോമ്പെടുത്തു. അങ്ങനെ ഹസനുൽ ബസരിയോട് 2 വ്യക്തികൾ വന്ന് പറയുകയാണ്, അവർ 2 പേരും ലൈലത്തുൽ അഹദിൽ ഹിലാൽ കണ്ടിരിക്കുന്നു, മാസം കണ്ടിരിക്കുന്നു എന്ന്. ലൈലത്തുൽ അഹദ് എന്ന് പറഞ്ഞെങ്കിൽ ശനിയാഴ്ച. അപ്പോൾ ഈ 2 പേർ വന്ന് പറഞ്ഞപ്പോൾ അവരുടെ നോമ്പ് ഞായറാഴ്ച തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ആദ്യം വന്ന വ്യക്തി പറഞ്ഞത് തിങ്കളാഴ്ച മാസം തുടങ്ങിയതാണ്. കാരണം ആ നാട്ടുകാർ മാസം കണ്ടത് തിങ്കളാഴ്ച രാവിലാണ്, അവർ തിങ്കളാഴ്ച നോമ്പ് തുടങ്ങി. 2 പേർ അവർ ഞായറാഴ്ച രാവിൽ മാസം കണ്ടു, ഞായറാഴ്ച നോമ്പ് തുടങ്ങി. ഹസൻ ബസരി പറഞ്ഞത് തിങ്കളാഴ്ച രാവിൽ മാസം കണ്ട് തിങ്കളാഴ്ച നോമ്പ് തുടങ്ങിയ വ്യക്തി, അയാളുടെ നാട്ടുകാർ ആ ദിവസം നോറ്റ് വീട്ടേണ്ടതില്ല എന്നാണ്. ആ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ഞായറാഴ്ച ദിവസം നോമ്പ് തുടങ്ങിയത് അവരറിയുകയാണ് എങ്കിൽ മാത്രം അവർ നോറ്റ് വീട്ടിയാൽ മതി. അതില്ല എങ്കിൽ തിങ്കളാഴ്ച രാവിൽ മാസം കണ്ട് തിങ്കളാഴ്ച നോമ്പ് തുടങ്ങിയവർ ആ കാഴ്ച പരിഗണിച്ചിട്ട് അവർ നോറ്റ് വീട്ടേണ്ടതില്ല. ഞായറാഴ്ച രാവിൽ മാസം കണ്ട് ഞായറാഴ്ച നോമ്പ് തുടങ്ങിയവരുടെ ആ കാഴ്ച പ്രകാരവും അവരുടെ നോമ്പനുഷ്ഠാന പ്രകാരവും, ഇത് ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഫത്വയാണ്. അപ്പം ഇതും അറിയിക്കുന്നത് എന്താ? ഈ ഇഖ്തിലാഫുൽ മതാലി, ഉദയ സമയങ്ങളുടെ വ്യത്യസ്തത, അത് നോമ്പുറപ്പിക്കുന്ന വിഷയത്തിൽ, മാസദർശനത്തിൻ്റെ വിഷയത്തിൽ പരിഗണനീയമാണ് എന്നുള്ളതാണ്. 1400 വർഷങ്ങളായി മുസ്ലിമീങ്ങൾ അതാത് നാടുകളിൽ ഒക്കെ അവർ അതാത് നാടുകളിൽ മാസം ദർശിക്കുന്നതിനനുസരിച്ച് നോമ്പ് തീർപ്പാക്കുകയും നോമ്പ് തുടങ്ങുകയും നോമ്പ് അവസാനിപ്പിക്കുകയും ചെയ്യുന്ന രീതിയാണ് തുടർന്നു വന്നത്. ഈ ആധുനികതയിൽ മാത്രമാണ് ഒരു നാട്ടിൽ മാസം കണ്ടിട്ടുണ്ടെങ്കിൽ അത് എല്ലാ നാടുകളിലേക്കും അപ്പോൾ തന്നെ വിവരമെത്തുന്ന സംവിധാനങ്ങളൊക്കെ സജീവമായതും ഉപയുക്തമായതും. മുസ്ലിമീങ്ങളുടെ അമൽ നൂറ്റാണ്ടുകളായി തുടർന്നു വന്നത് അതാത് സ്ഥലങ്ങളിൽ അവിടങ്ങളിൽ മാസം കാണുന്നതിനനുസരിച്ച് മാസം ഉറപ്പിക്കുക, തീരുമാനിക്കുക എന്നുള്ളതാണ്. ഏതായാലും പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസ്അലയാണിത്. ഫുഖാക്കളുടെ അഭിപ്രായമാണ് ഇവിടെ ഉണർത്തിയത്. വലിയ അഭിപ്രായ വ്യത്യാസം ഇതിൽ ഈ മസ്അല സ്ഥിരീകരിക്കുന്നതിൽ പണ്ഡിതന്മാർക്കുണ്ട്. നമ്മുടെ ഈ ഒരു വചനം പഠിക്കുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഏതാനും മസലകൾ, പല മസലകളുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തി, അതിൽ ചിലത് മാത്രം ഇവിടെ ഉണർത്തി എന്ന് മാത്രം. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസുംഹു, ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ വിശ്വാസികളിൽ നിന്ന് സന്നിഹിതരായവർ അവർ ആ മാസത്തിൻ്റെ പകലിൽ നോമ്പെടുക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. ഈ ഫല്യസുംഹു എന്നുള്ളത് അൽ അംറുലിൽ വുജൂബ്, കൽപ്പന നിർബന്ധ സ്വരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ആയത്തിൽ നോമ്പെടുക്കാനും നോമ്പെടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു.
വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോയതാണ് ആ വിഷയം. നോമ്പെടുക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, നോമ്പ് ഒഴിവാക്കാനും സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. നോമ്പ് ഒഴിവാക്കുന്നവർ ഒരു നോമ്പിന് പകരം അഗതിക്ക് അന്നം നൽകാൻ, ഫിദിയ നൽകാൻ, ഫിദിയത്തുൻ തആമു മിസ്കീൻ, അതൊക്കെ നമ്മൾ പഠിച്ചു പോയി. വഅൻ തസൂമു ഖൈറുൽ ലക്കും, നോമ്പെടുക്കലാണ് ഉത്തമം എന്ന ബോധനമുള്ളതോടൊപ്പം പക്ഷേ ഫൽ യസുംഹു എന്ന ഈ നിർബന്ധ കൽപ്പനയോടുകൂടി ആ തഖീർ, തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യം, അത് ദുർബലമാക്കപ്പെട്ടു. നോമ്പെടുക്കൽ നിർബന്ധമാണ് എന്ന വിധി സ്ഥിരീകരിക്കപ്പെട്ടു. ആരെ സംബന്ധിച്ചിടത്തോളം? മൻ ഷഹീദ മിൻകുമുശ് ശഹ്ർ. ഇതാണ് നമ്മളിവിടെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ തുടർച്ച അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.